താങ്കൾക്കെതിരെയുള്ള ഒരു വലിയ ആയുധം വരുന്നുണ്ട്. അത് താങ്കൾ ഇപ്പോൾ ഈ പ്രവർത്തന രംഗത്ത്, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് താങ്കളുടെ ഈ ഒരു യാത്ര കണ്ടുകൊണ്ട് തന്നെയായിരിക്കും. ഇന്ന് വി ഡി സതീശൻ ഓപ്പോസിഷൻ ലീഡർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, താങ്കൾക്ക് ഈ LDF കൺവീനർ EP ജയരാജനുമായിട്ട് എന്തോ ബിസിനസ് ബന്ധമുണ്ട്. അപ്പോൾ ആ ടാർഗറ്റ് മനസ്സിലായി കാണുമല്ലോ താങ്കൾക്ക് എന്താണെന്ന്. ഇതെല്ലാം നോക്കൂ, ഞാൻ പറയട്ടെ, ഈ ഇലക്ഷനിൽ കോൺഗ്രസിന്റെ അടുത്ത് ഒന്നും പറയാനില്ല. അവരിങ്ങനെ ഈ പകുതി നുണ, അതിൽ കുറെ സോൾട്ടും മസാല ഇട്ടിട്ട് അതിന് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അവരുടെ ഒരു ക്ലാസിക് സ്ട്രാറ്റജി 2014 തുടങ്ങിയ സ്ട്രാറ്റജിയാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ പോയി കോർട്ട് ഡിസ്ക്ലോസ് ചെയ്യട്ടെ. ഞാൻ EP ജയരാജനെ ലൈഫിൽ മീറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് ആ നിർമ്മായ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഒരു ഡയറക്റ്റ് ഇൻട്രസ്റ്റും ഇല്ല. ഇത് ലെഫ്റ്റ് സഖാവന്മാർ അതിനെ തല്ലി പൊളിച്ച് ഡാമേജ് ചെയ്ത സാധനമാണ് 2012-13. അപ്പോ എന്റെ ബിസിനസ് ഇൻട്രസ്റ്റിന്റെ ലെഫ്റ്റിനെ കോൺഫ്ലേറ്റ് ചെയ്യുക, അവര് കണക്ഷൻ ഉണ്ടെന്നെല്ലാം പറയുന്നത് അതായത് ഒരു നുണ മാത്രമല്ല, ഒരു പച്ച നുണയാണ്. ഇത് അതിനകത്ത് UDF ടാർഗറ്റ് ചെയ്യുന്നത് EP ജയരാജനെ കൂടിയാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു ബിസിനസ് വഴി അദ്ദേഹം മറ്റു പാർട്ടികളുമായിട്ട് ചില കണക്ഷൻസ് വെക്കുന്നു. അങ്ങനെ ഇവിടെ CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു റിലേഷൻ. ഇതിന്റെ ഹിപ്പോക്രസി നോക്കൂ. ആരാ ഇന്ത്യ അലയൻസിലെ പാർട്ട്നേഴ്സ് ഒന്ന് പറയൂ എന്നോടൊന്നും നമ്മളൊന്ന് അനലൈസ് ചെയ്യട്ടെ. ഇന്ത്യ അലയൻസിലെ എല്ലാ മീറ്റിലും ചായയും സമോസയും കൂടെ ഇരുന്ന് കഴിക്കുന്ന ആരാ? സഖാവ് പിണറായി വിജയനും സഖാവ് രാഹുൽ ഗാന്ധി. ഇവർ രണ്ടാളല്ലേ അവിടെ ഇരുന്ന് സമോസയും ചായ കഴിക്കുന്നത്. എന്നിട്ട് ഞാനാ പാർട്ട്ണർ. ഇത് ആരെ ഫൂൾ ചെയ്യാനാണ് ഇവർ ചെയ്യുന്നത്? ആന്റണി പറയുന്നു പുൽവാമ, ഇത് സെയിം മിസ്റ്റേക്ക് അവർ 2019 ചെയ്തു. അവർക്കിപ്പോ ഒരു ഐഡിയ ഇല്ല നമ്മുടെ ഗവർണൻസിന് വേണ്ടിയിട്ടോ വികസനത്തിന് വേണ്ടി. ഒരാള് എന്തെങ്കിലും വികസനത്തെ പറ്റി പറയുന്നുണ്ടോ? ഇല്ല, പറയില്ല. പുരോഗതി, നമ്മുടെ യുവാക്കൾക്ക് എന്താ ഫ്യൂച്ചറിന് എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ടോ? ഇല്ല. ഇങ്ങനെ ഓരോരോ ഇഷ്യൂസ് ഉണ്ട് എടുത്ത് ഡെലിബറേറ്റ്ലി ഡിസ്കോഴ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ അവർ അറ്റംപ്റ്റ് ചെയ്യും. അതിപ്പോ സ്റ്റാർട്ടായിട്ടുണ്ട്. അത് 45 ദിവസം ഈ സർക്കസ് രാഷ്ട്രീയ നാടകം നടക്കും. ഞാൻ അതിൽ ഡ്രോ ആയിട്ട് ഡിസ്ട്രാക്ട് ആവാൻ പോകുന്നില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടത് ഒരു ക്ലിയർ സോളിഡ് ഡിബേറ്റ് ഡിസ്കോഴ്സ് ഓൺ ആരാണ് ഇവിടെ വികസനം കൊണ്ടുപോകാൻ. പക്ഷെ അത് ഇത്രയും ദിവസങ്ങൾ താങ്കൾക്ക് ഈ ഡെവലപ്മെന്റിൽ തന്നെ ഊന്നിക്കൊണ്ട് പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. അതാണ് വേണ്ടത്. ഇല്ല, അല്ല, എനിക്ക് തോന്നുന്നത് അത് ഒരു 20 ദിവസത്തിന്റെ നെറേറ്റീവ് ഒന്നല്ല. ഡെവലപ്മെന്റ്, വികസനം, പുരോഗതി അതല്ല ഒരു 5 മിനിറ്റ് സൗണ്ട് ബൈറ്റ് ഒന്നല്ല. ഇത് 10 കൊല്ലം ചെയ്യേണ്ട പണിയാണ്. ഇത് 10 കൊല്ലം ഞാൻ ചെയ്യാൻ പോണ പണിയാണ്. ഇവിടുത്തെ പൊളിറ്റിക്കൽ 2 പാർട്ടിക്ക് അതിനൊരു ആപ്പിറ്റൈറ്റ് ഇല്ല, അവർക്കൊരു കപ്പാസിറ്റി ഇല്ലെങ്കിൽ ഞാനത് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്.